ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ലൈവിൽ നേരത്തെ നടന്ന ടാസ്കിന്റെ രണ്ടാം ഘട്ടം, അതായത് ബിഗ് ബോസ് വീണ്ടും വിളിക്കുന്നു, ഇവർ ബൗളിൽ നിന്നൊരു ചിട്ടെടുക്കുന്നു, അതിനകത്ത് സ്ക്രീൻ പ്രസൻസ് എന്നാണ് കണ്ടത്. സോ ഇവരതനുസരിച്ച് പ്ലാൻ ചെയ്ത് എല്ലാവരെയും അറേഞ്ച് ചെയ്തിരുത്തുന്നു. ആദ്യം നെവിനെ ഇരുത്തുന്നു, അവസാനം ഷൈത്തെ ഇരുത്തുന്നു. സോ വീട്ടുകാർ ചർച്ച ചെയ്തു, എന്താണെന്ന് ഗസ് ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ വന്നു. അതിനകത്ത് ജിസേല് വളരെ കൃത്യമായിട്ട് ജിസേല് പറഞ്ഞു, അത് സ്ക്രീൻ പ്രസൻസ് ആണ്, എനിക്ക് മൈൻഡ് ഗെയിം അറിയാം, അത് സ്ക്രീൻ പ്രസൻസ് ആണ് എന്ന് പലതവണ ജിസേല് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഷാനവാസും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. പക്ഷേ അക്ബറും ടീമും ഇറിറ്റേറ്റിംഗ് എന്ന ഒരു കാര്യത്തിൽ പിടിച്ചു നിന്നു. ഇറിറ്റേറ്റിംഗ് ആയിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഇവർ പറയുന്നു. അത് തെറ്റിപ്പോകുന്നു. സ്ക്രീൻ പ്രസൻസ് ശരിയായ ഉത്തരമെന്ന് നമ്മുടെ വൈൽഡ് കാർഡുകൾ പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് വൈൽഡ് കാർഡുകൾ തൂക്കി. അങ്ങനെ പണി വീട്ടുകാർക്കായി. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ആ ആളെ പണിപ്പുരയിൽ സഹായത്തിനായി കൊണ്ടുപോകാമെന്ന് പറയുന്നു. ആ ഒരാളായിട്ട് വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്തത് ജിസേലിനെയാണ്. എനിക്ക് തോന്നുന്നു ജിസേൽ ആക്ച്വലി അതൊരു പണിയല്ല, അതൊരു അംഗീകാരം കൂടിയാണ്. ശരിക്കും ജിസേൽ അവിടെ കൃത്യമായി പറഞ്ഞതാണ് എന്താണ് സംഭവം എന്നുള്ളത്. അതായത് സ്ക്രീൻ പ്രസൻസ് ആണ് എന്ന് അവർ പലതവണ പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് അത് മനസ്സിലായില്ല. പക്ഷെ അത് ശരിയായ ഉത്തരമായിരുന്നു. പക്ഷെ ആ ഒരു നെവിൻ മുതൽ ശൈത്യ വരെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ എല്ലാവരും ഇറിറ്റേറ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അവരത് പറഞ്ഞു, പക്ഷെ ചീറ്റിപ്പോയി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.